771 വർഷം കഴിഞ്ഞ നെറ്റിത്തടത്തിലെ തിരുവോസ്തി. 1251 സ്പെയിനിലെ പിരണീയൻ പ്രദേശം. അവിടെ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് AD 887 അക്കാലത്ത് സ്പെയിനിലെ വിഫ്രഡ് രാജാവ് അവിടെ പിരണീയൻ പ്രദേശത്ത് മഠാധിപതികളുടെ വിശുദ്ധ യോഹന്നാൻ എന്ന പേരിൽ ഒരാശ്രമം പണിതു. അക്കാലത്ത് സ്പെയിനിൽ ജീവിച്ചിരുന്ന ജോൺ എന്ന സന്യാസിയുടെ പേരിൽ രാജാവ് ആശ്രമം പണിതതോടെ സന്യാസി ജോൺ ആ ആശ്രമത്തിൻ്റെ അധിപനായി അവിടെ ജീവിച്ചു. വിശുദ്ധനും മികച്ച ശില്പിയുമായ അദ്ദേഹം ആശ്രമ ചാപ്പലിൽ കാൽവരിയുടെ ഒരു ദൃശ്യം മരത്തിൽ കൊത്തിയുണ്ടാക്കി. കാൽവരിയുടെ പുനരാവിഷ്കരണമായിരുന്നു ആ ശില്പം. ആ ശില്പം കാണുന്നവരിൽ വലിയ വികാരങ്ങൾ ഉളവാക്കി. പ്രത്യേകിച്ച് മുൾമുടിയണിഞ്ഞ ഈശോയുടെ ശിരസ് എല്ലാവരുടെയും ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. ശില്പം പണിതപ്പോൾ സന്യാസി ജോൺ ഈശോയുടെ നെറ്റിത്തടത്തിൽ ദിവ്യകാരുണ്യം പ്രതിഷ്ഠിക്കുന്നതിനായി ഒരു ദ്വാരം ഉണ്ടാക്കിയിരുന്നു. 1251 ഈ നെറ്റിത്തടത്തിലെ കുഴിയിൽ ആരോ ഒരു ദിവ്യകാരുണ്യം പ്രതിഷ്ഠിച്ചു. കാലം കടന്നുപോയി. 1426 തിരുസ്വരൂപം നവീകരിച്ചപ്പോൾ ക്രൂശിത രൂപത്തിൻ്റെ നെറ്റിത്തടത്തിൽ വെള്ളികൊണ്ടുള്ള അടപ്പിനാൽ മൂടിയിരിക്കുന്ന ഒരു പ്രത്യേക സ്ഥലം കാണാനിടയായി. സഭാധികാരികൾ അത് തുറന്നു നോക്കി. അതിനകത്ത് വെളുത്ത ചണത്തുണിയിൽ പൊതിഞ്ഞ ഒരു തിരുവോസ്തി. 1251 കൂദാശ ചെയ്തത് എന്നൊരു ചെറിയ കടലാസിൽ എഴുതി അതിൽ വെച്ചിരുന്നു. 771 വർഷം കഴിഞ്ഞിട്ടും ആ തിരുവോസ്തി ഇന്നും അതേ നിലയിൽ തന്നെയാണുള്ളത്. ആശ്രമ ദേവാലയത്തിലെത്തി അനേകം ആളുകൾ ഈ അത്ഭുത തിരുവോസ്തി വണങ്ങുന്നു. ഞങ്ങൾക്കായി ജീവൻ അർപ്പിക്കുകയും തിരുവോസ്തി രൂപത്തിൽ ഞങ്ങളോടൊപ്പം വസിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അങ്ങേ ദിവ്യകാരുണ്യത്തിൻ്റെ മായാത്ത മുദ്ര ഞങ്ങളുടെ ഹൃദയത്തിൽ എന്നും പതിപ്പിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.